ഗൈസ് നാഷണൽ ടീമിൻ്റെ മത്സരമൊക്കെ കണ്ട് ഒരു ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുകയാണ്. ഈ ആഴ്ച മൊത്തം നമ്മൾ ഒരു സാഡ് വീഡിയോ സീരീസാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിലൂടെ എങ്കിലും ഒരു ഹാപ്പി വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചാണ്, സമ്മതിക്കത്തില്ലെന്നേ. എന്തായാലും മത്സരം തോറ്റില്ല, സമനിലയാണ്. ഒരു എവേയിൽ പോയിട്ട് ഞാൻ സാധാരണ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ളൊരു മാച്ചൊന്നും അല്ല അത്. എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ഞാൻ നാഷണൽ ടീമിൻ്റെയൊക്കെ മത്സരങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് കണ്ട് ഡിപ്രഷനൊക്കെ അടിച്ചിരിക്കുന്നത് കൊണ്ടായിരിക്കും ഇത് തരക്കേടില്ലാത്തൊരു മത്സരമാണ്. പക്ഷേ ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു, ഞാൻ അതിലേക്കൊക്കെ വരാം. ഏതായാലും 1-1 എന്ന് പറയുന്നൊരു നിലയിലാണ് ഈ ഒരു മത്സരം വരുന്നത്. നമ്മളിപ്പോൾ മാച്ച് പ്രിവ്യൂവിലൊക്കെ പറഞ്ഞതുപോലത്തെ 11-ൽ നിന്ന് ചെറിയ ചേഞ്ചസ് ഇപ്പോൾ ജീക്സൺ ബെഞ്ചിൽ തന്നെ ഉണ്ടായില്ല, പകരം വന്നത് ഡാനിഷ് ഫറൂഖാണ്. അതുപോലെ തന്നെ മറ്റൊരു ചേഞ്ചാണ് ജസ്റ്റിൻ വന്നത് ഫെഡോറിന് പകരക്കാരനായിട്ട്. പിന്നെ സെൻട്രൽ ബാക്കിൽ 2 വിദേശ താരങ്ങളാണ് കളിച്ചത്, മിലോസും ലെസ്കോവിച്ചും. സോ ജസ്റ്റിൻ ആദ്യ ലെവൽ വന്ന സമയത്ത് പലർക്കും ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ളതുണ്ടായിരുന്നു. പിന്നെ ജസ്റ്റിൻ അങ്ങനെ ഒരു ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് നടത്തിയെന്നില്ല, പക്ഷേ ആ ഒരു ഗോള് വന്നതിൽ ഉറപ്പായിട്ടും ജസ്റ്റിൻ്റെ ഒരു മികവ് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല. അദ്ദേഹമാണ് ആ ഒരു ഗോളിന് ദിമിക്ക് വഴിയൊരുക്കി കൊടുത്തത്. ഒരു പാസ് രാഹുൽ കൊടുത്ത സമയത്ത് പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് ആ ഒരു ക്വിക്കായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കാൻ സാധിച്ചു. അവിടെ ദിമി എന്ന് പറയുന്ന ഒരു ക്ലിനിക്കൽ സ്ട്രൈക്കർ, അദ്ദേഹം സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ അത് ഫിനിഷ് ചെയ്തു എന്നുള്ളതാണ്. സോ ഈ ഒരു ഗോൾ എനഫ് അല്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു. കാരണം ഖാലിദ് ജമീലാണ് സെക്കൻഡ് ഹാഫിൽ കളി അദ്ദേഹം മാറ്റാൻ കഴിവുള്ള ഒരാളാണല്ലോ. സോ ആ ഒരു നിലയിൽ തന്നെയാണ് നിന്നത്. അപ്പം ഫസ്റ്റ് ഹാഫ് അവസാനിക്കാനൊക്കെ ആയപ്പോഴത്തേക്കും ഈ ഒരു ഹാഫ് എങ്ങനെയെങ്കിലും ഒരു 1-0 നിലയിൽ നിർത്തണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ സാധാരണഗതിയിൽ സംഭവിക്കുന്ന കാര്യം തന്നെ സംഭവിച്ചു ഗൈസ്. ആദ്യ പകുതിക്ക് പിന്നെ വിസിൽ മുഴങ്ങുന്നതിന് കുറച്ച് മുമ്പ് ഒരു ഗോള് വരുന്നു എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു ഗോളിൽ ഐ തിങ്ക് ഇപ്പം നമ്മുടെ ഹൈലൈൻ ആയിട്ടുള്ള ഡിഫൻസ് നിൽക്കുകയാണ്. ആ ഒരു മൊമെൻറ്റിൽ സച്ചിൻ സുരേഷ് ആയിരുന്നെങ്കിൽ ഉറപ്പാണ് നമ്മൾ അദ്ദേഹം അഡ്വാൻസ് ചെയ്ത് വന്നതിന് ആ ഒരു ഗോളാവില്ല എന്നുള്ളത്. പക്ഷേ നമുക്ക് പറയാൻ പറ്റില്ല, കരൺജിത്ത് ആ ഒരു ടൈപ്പ് ഗോൾ കീപ്പർ അല്ല, അദ്ദേഹം ഒരു സ്റ്റോപ്പറാണ്. അദ്ദേഹത്തിൻ്റേതായിട്ടുള്ളൊരു കേപ്പബിലിറ്റീസ് ഉണ്ട്. സോ അതാണ് ഞാൻ പറഞ്ഞത്, ആ ഒരു സിറ്റുവേഷനിൽ പോയി ഒരു മികച്ച ഷോട്ടൊന്നുമായിട്ടും എനിക്ക് തോന്നിയിട്ടില്ല. അത് ഒരു ഗോളിലേക്ക് ജംഷഡ്പൂർ കൺവേർട്ട് ചെയ്തു എന്നുള്ളതാണ്. അദ്ദേഹം ഒരു അഡ്വാൻസ് ചെയ്യണോ ആ ഒരു സ്റ്റേജിലായിപ്പോയി. ആ സമയത്ത് അദ്ദേഹം ഷോട്ട് തീർത്തു, 1-1 എന്ന നിലയിലേക്ക് ഹാഫ് ടൈം പോയി. സെക്കൻഡ് ഹാഫ് എത്തിയ സമയത്ത് ഇപ്പം ഫസ്റ്റ് ഹാഫിൽ നിന്ന് ഒരുപാട് അറ്റംപ്റ്റ്സ് ഒക്കെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ എനിക്ക് ജംഷഡ്പൂർ FC ആണ് കൂടുതൽ അറ്റംപ്റ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളത്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് അറ്റംപ്റ്റ്സ് ഉണ്ട്. പക്ഷേ മിക്കതും അങ്ങനെ ഒരു ഷോട്ട് ഓൺ ടാർഗറ്റോ അല്ലെങ്കിൽ നല്ല ക്ലിയർ ചാൻസസോ ഒന്നും വന്നില്ല. അവസാന മിനിറ്റുകളിലേക്ക് വരുമ്പോഴാണ് ഈ ഒരു മത്സരത്തെ പറ്റി പറയുന്നൊരു സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അഗെയിൻ രാഹുൽ KP ഒരു എന്താ പറയുക, അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മത്സരമല്ല കാഴ്ചവെച്ചത് എന്നുള്ളതാണ്. സോ അദ്ദേഹത്തിന് നല്ല 2 ചാൻസസ് ഉണ്ടായിരുന്നു. അതിലൊന്ന് ദിമി വളരെ ഫ്രീ ആയിട്ട് ഓൺ സൈഡ് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ അദ്ദേഹത്തിന് പാസ് കൊടുക്കാമായിരുന്നു. പക്ഷേ ഷോട്ട് ഓൺ ടാർഗറ്റ് പോലും അല്ല. ഷോട്ട് ഓൺ ടാർഗറ്റ് എടുത്തിരുന്നെങ്കിൽ അത് സെക്കൻഡ് ബോൾ കിട്ടിയെങ്കിലും ഗോൾ അടിക്കായിരുന്നു. അതേപോലെ മറ്റൊരു അവസരവും, അതും പാസിങ് ഓപ്ഷൻ ഉണ്ടായിരുന്നു. അത് അദ്ദേഹം ഷോട്ട് ഉതിർക്കാനുള്ള ലെവലിൽ പോയതാണ്. പക്ഷേ ഒരെണ്ണം ക്ലിയർ ആയിട്ട് ദിമിക്ക് കൊടുക്കാവുന്നൊരു പന്തായിരുന്നു, അത് ചെയ്തില്ല. അതുപോലെ തന്നെ ഡാനിഷ് ഫറൂഖിനെ പറ്റി ഞാൻ സത്യത്തിൽ ഈ ഒരു വീഡിയോയിൽ പറയേണ്ടെന്ന് വിചാരിച്ചാണ്. പക്ഷേ അദ്ദേഹം അവസാനമൊക്കെ ആയപ്പോഴത്തേക്ക് മിസ്റ്റേക്സ് കൂടിക്കൂടി വന്നു എന്നുള്ളതാണ്. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരുന്തോറും പെണ്ണിൻ്റെ മൊഞ്ച് കൂടിക്കൂടി എന്ന് പറയുന്ന ഓരോ മിനിറ്റ് കഴിയുന്തോറും എന്താ പറയുക, ഇത് മിസ്പാസുകളുടെ എണ്ണം കൂടിക്കൂടി വന്നു എന്ന് പറയുന്നതാണ് ഡാനിഷിനെ പറ്റി പറയാനുള്ളത്. അവസാനം ഒരു മൊമെൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ഡാനിഷ് ഇങ്ങനെ റൺ ചെയ്യണം, അപ്പം ദിമി ലെഫ്റ്റ് സൈഡിലൂടെ റൺ ചെയ്യുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പോൾ കൊടുക്കും, ദിമിക്ക് അവിടെ റൺ നടത്തുക അല്ലെങ്കിൽ ക്രോസ് ചെയ്യുക എന്തെങ്കിലും ചെയ്യുക എന്നുള്ളത്. പെട്ടെന്ന് ഡാനിഷ് ഒരു റൗണ്ട് അടിച്ചിട്ടത് മൈനസ് പാസ് കൊടുക്കുക. എനിക്കറിയത്തില്ല ആ ഒരു മൊമെൻറ്റിൽ വേറെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഞാൻ ഹൈലൈറ്റ്സിലൊന്നും വേറെ ഒന്നും കണ്ടിട്ടില്ല. എന്താണ് അങ്ങനത്തെ ഒരു, ഇനി ഇൻ കേസ് ദിമി വല്ല ഓഫ് സൈഡ് സിറ്റുവേഷൻ ആണോ എന്നും അറിയത്തില്ല. എന്താണെങ്കിലും അടുത്ത മത്സരത്തിൽ ഡാനിഷ് ഫറൂഖ് കളിക്കത്തില്ല, യെല്ലോ കാർഡാണ്, സസ്പെൻഷനാണ്. അതുപോലെ മിലോസും സസ്പെൻഷനാണ്. സോ ജസ്റ്റിൻ ആ ഒരു അസിസ്റ്റ് കൊടുത്തതിന് ശേഷം അദ്ദേഹത്തിന് ഇഞ്ചുറി പറ്റിയ ഫെഡോർ വന്ന് എനിക്ക് അവസാന മിനിറ്റിലോ ഫെഡോറിൻ്റെ ഒരു എന്താ പറയുക, ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പൊസിഷനാണ് ആ റൈറ്റിലൂടെ വന്നിട്ട് ഫസ്റ്റ് പോസ്റ്റിലോട്ട് അടിക്കുക. അത് ഒരു വട്ടം നമുക്ക് ഗോൾ കണ്ടുള്ളതാണ്. ഇപ്പോൾ അദ്ദേഹം ലിത്വേനിയയിൽ പോയപ്പോഴത്തേക്കും ലിത്വേനിയയ്ക്ക് വേണ്ടി ആ ടൈപ്പ് ഓഫ് ഒരു ഗോൾ അടിച്ചിട്ടുണ്ട്. അത് ഒരു ഗോൾ ആവേണ്ടത് തന്നെയായിരുന്നു, അദ്ദേഹം ഡിസേർവ് ചെയ്തിരുന്നു. നമുക്കൊരു ലാസ്റ്റ് മിനിറ്റ് വിന്നർ എന്നുള്ള നിലയിലേക്ക് വരാമായിരുന്നു. പക്ഷേ അത് അൺഫോർച്ചുനേറ്റ്ലി പോസ്റ്റിലിടിച്ച് പോയി. അതുപോലെ തന്നെയാണ് ദിമിയുടെ ഒരു സൂപ്പർ ഷോട്ട്, അത് രഹനേഷിൻ്റെ ബ്രില്യൻ സേവാണ്. അത് കൗണ്ടർ അറ്റാക്ക് വന്നിട്ട് സ്റ്റെവാനോവിച്ചിൻ്റെ ഒരു ഷോട്ട്, അത് കരൺജിത്ത് ഒരു മികച്ച സേവ്. അത് ആണ് കരൺജിത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്.
ആ ഒരു മൊമെൻറ്റിൽ അദ്ദേഹം അങ്ങനത്തെ സേവ് നടത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കരൺജിത്തിന് എൻ്റെ ഒരു മികവാണ്. ആ ഒരു സ്റ്റോപ്പർ എന്ന നിലയിൽ നോക്കുന്നൊരു സമയത്ത് ഏതായാലും പലർക്കും ഉള്ളൊരിതാണ് നമ്മൾ ക്വാളിഫൈഡ് ആയോ എന്നുള്ളത്. ആക്ച്വലി ഏറെക്കുറെ ക്വാളിഫൈഡ് ആയി, നമുക്ക് ഒരു പോയിൻറ്റും കൂടെ മതിയായിരുന്നു ക്വാളിഫൈ. ഈ ഒരു മത്സരം വിജയിച്ചിട്ട് നമ്മൾ ക്വാളിഫൈഡ് ആയേനെ. പക്ഷേ ഇനിയിപ്പോൾ നമുക്ക് ചെന്നൈയിൻ എഫ് സിയും പഞ്ചാബ് എഫ് സിയും ആണ് ഒരു ഇതുള്ളത്. കാരണം അവർക്കും മാക്സിമം 30 പോയിൻറ്റ് വരെ നേടാം, നമുക്ക് നിലവിൽ 30 പോയിൻ്റാണുള്ളത്. സോ അവർ 30 പോയിൻറ്റ് നേടിക്കഴിഞ്ഞാൽ ചെന്നൈയിൻ എഫ് സിക്കും ആണെങ്കിലും പഞ്ചാബ് എഫ് സിക്കും ആണെങ്കിലും നമ്മളെ ഒരു ഹെഡ് ടു ഹെഡ് നോക്കുമ്പോൾ അവർക്കാണ് ആനുകൂല്യമുള്ളത്. അതായത് നമ്മൾ ഇനിയുള്ള എല്ലാ മത്സരവും തോൽക്കുകയും ഈ രണ്ട് ടീമുകൾ എല്ലാ മത്സരമൊക്കെ വിജയിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സാധ്യത കുറയും. അപ്പം ഒരു ചെറിയ സാധ്യത ഇപ്പോഴും പുറത്തു പോകാനുണ്ട്. പക്ഷേ ഏറെക്കുറെ ഒരു 95% നമ്മൾ ടോപ്പ് 6 ഉറപ്പിച്ചു. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഇനി 4ാം സ്ഥാനത്തേക്ക് ഫിനിഷ് ചെയ്യാനുള്ള സാധ്യത ഇല്ല. നമ്മൾ കളിക്കുകയാണെങ്കിലും 5ാം സ്ഥാനത്ത് എന്നുള്ള നിലയിലായിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു എലിമിനേറ്റർ മത്സരം അതിൽ നമുക്ക് ഹോം മാച്ച് കിട്ടില്ല, മിക്കവാറും ഗോവയ്ക്കെതിരെ ആയിരിക്കും. അത് എവേ പോയി കളിക്കേണ്ട ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാകുക. സോ അങ്ങനെയെങ്കിൽ മേ ബി ഈസ്റ്റ് ബംഗാൾ മാച്ച് വളരെ ക്രൂഷ്യലാണ്, അവസാനത്തെ ഹോം മാച്ച് ആകാനുള്ള സാധ്യതകളുണ്ട്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എലിമിനേറ്റർ എവേ പോയി ജയിക്കുക എന്നുള്ള രീതിയിലേക്ക് വരണം. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റുകയാണ്. സൈനിങ് ഓഫ്.